അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷി വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ട് അതാ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൾ അടുക്കളയിലേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിയത്. റബ്ബേ, അതെ, ഉമ്മ അടുക്കളയിൽ അതാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്, എന്തോ ഉണ്ടാക്കുകയാണ്. എന്നാൽ തൊട്ടു പിറകിലായിട്ട് അതാ സിനാനെ ഉമ്മയെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അതാ. പഠിച്ചോനെ, അവളുടെ കൈകാലുകൾ തളർന്നു. ഒരു നിമിഷം അവളുടെ നാവ് ഇറങ്ങിപ്പോകുന്ന പോലെ അവൾക്ക് തോന്നി. ഉമ്മ ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ തൊട്ടടുത്തായിട്ട് അതാ സിനാനുണ്ട്. പഠിച്ചോനെ, ഞാൻ എന്തേ കാണുന്നത്? എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു എന്തൊക്കെയോ ഒരു ചതിയുണ്ടെന്ന്. ഒരു നിമിഷം അവൾക്ക് ശബ്ദം പുറത്തേക്ക് തന്നെ വന്നില്ല. എന്നാൽ അവളുടെ നിയന്ത്രണം ആകപ്പാടെ നഷ്ടപ്പെട്ടു പോയിരുന്നു. പഠിച്ചോനെ, എൻ്റെ ഉമ്മയുടെ പിന്നാലെ അത് സിനാൻ അടുക്കളയിൽ എത്തിയിരിക്കുന്നു. എന്തൊരു അനാശ്വാസമാണ് ഇയാളെ കാണിക്കുന്നത്. ഛേ! ഒരു നിമിഷം അതാ സിനാനെ ഉമ്മയെ ഇപ്പോൾ പിടിക്കും എന്നുള്ള രീതിയിലായിപ്പോയി. എന്നാൽ ബുഷിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഡൈനിങ് ടേബിളിൽ വച്ചിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രം പെട്ടെന്ന് തന്നെ അവളതാ എടുത്ത് താഴേക്ക് ഇട്ടു. ഒരു നിമിഷം ഉമ്മ ഞെട്ടിത്തിരിച്ചു. പെട്ടെന്ന് സിനാനും പിറകിൽ. ഓ ഉമ്മ, എന്തായിരുന്നത്? ഞാൻ വിചാരിച്ചു, ഞാൻ അവിടുന്ന് ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ഓടി. എന്തേ പറ്റിയോ? ഒരു നിമിഷം ഉമ്മ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ കണ്ടത് സിനാനെയായിരുന്നു. സിനാൻ? അതെ ഉമ്മ, ഞാൻ ഒരു ശബ്ദം കേട്ട് ഓടിയതായിരുന്നു. ഇതിപ്പോൾ വീണ്ടും എന്താ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തട്ടിമറിഞ്ഞ് വീണോ ഗ്യാസിൽ നിന്ന്. ഓ, ഏതായാലും ഞാനാകെ പേടിച്ചു പോയി എന്താന്ന് വിചാരിച്ചിട്ട്. ശരിക്കും അതാ സിനാന് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. എന്നാൽ ബുഷി അതാ റൂമിലേക്ക് തിരിച്ചു പോകുന്നതാണ് അവൻ കണ്ടത്. അവന് മനസ്സിലായി അത് ബുഷിയാണെന്ന്, മറ്റാരുമല്ല. ഉമ്മ, എന്താ ഉമ്മ ഇവിടെ എങ്ങനെ? ഉമ്മാൻ്റെ മകള് ഭയങ്കര സാധനമാണ് കേട്ടോ. എന്താ അവളാണ് അക്രമങ്ങളൊക്കെ ചെയ്യുന്നത്, പാത്രങ്ങളൊക്കെ എടുത്ത് എറിയുക. എന്താ അവൾക്ക് ഭ്രാന്തുണ്ടോ? ഉമ്മ, ഭ്രാന്തിനുള്ള ഇഞ്ചക്ഷൻ്റെ അടുത്തുണ്ട്, അങ്ങോട്ട് കൊടുത്താലേ പിന്നോളം എണീക്കൂല. മോനെ, ഇനിയിപ്പോൾ അതും കൂടി ഒന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഏതായാലും ഒന്നുമില്ലാതെ നല്ല മട്ടത്തിന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ അതാ ബുഷിക്ക് വല്ലാത്തൊരു വിഷമമായി. കാരണം തൻ്റെ ഉമ്മയെ പോലും അവൻ മറ്റു രീതിയിൽ കാണുന്നു എന്നുള്ള ആ സത്യം അവൾക്കറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഇത്രക്കും വലിയൊരു ചതിയനെ എൻ്റെ ഉമ്മ അകത്ത് കയറ്റിക്കണല്ലോ. ഉമ്മക്ക് അറിയില്ലായിരിക്കും, അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഉമ്മപ്പം അങ്ങനെ ചെയ്യോ? എനിക്കറിയുന്നില്ല റബ്ബേ. ഞാൻ ആ പാത്രം ഇട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കാതെ ഉമ്മയെ പിടിക്കുമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്. പഠിച്ചോനെ, എനിക്കറിയുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ബുഷി അതിനിടയിൽ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നിന്നിരുന്നു. പക്ഷേ ഉമ്മയുടെ അലമാരയിലാണ് ഫോൺ വീണ്ടും വെച്ചത്. എന്നോട് എടുക്കാൻ പാടില്ല എന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അതെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും എടുത്താൽ മതിയായിരുന്നു. നേരെ ഇക്കാക്ക് അയച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. എന്നാൽ ഒരു നിമിഷം അവൾ തൻ്റെ ഭർത്താവിനെ ഓർത്ത്, പാവം അൻഷിഫ്. അറിയുന്നില്ല അൻഷിഫ്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്താപ്പം ചെയ്യുക? എൻ്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അൻഷിഫ്. എനിക്ക് എൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾ കണ്ണീർ വാർത്തു. എന്നാൽ ഈ സമയം അതാ ബുഷിയുടെ റൂമിന് അരികിലേക്ക് സിനാൻ വന്നു. ബുഷി, ആളെ നീ ഞെട്ടിക്കുന്നുണ്ടല്ലേ? എന്നാൽ അവൾക്ക് ദേഷ്യമാണ് വന്നത്. അതെ, നിങ്ങളുടെ ഡോക്ടറാണോ? ഡോക്ടർ ആണ്, പക്ഷെ ഇവിടെ അല്ല. ഇവിടെ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെയും ഭാര്യയുടെ ഉമ്മയുടെയൊക്കെ സഹായിയാണ്. സഹായി? ദയവായി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. എൻ്റെ ഉമ്മയെ നിങ്ങൾ നശിപ്പിക്കരുത്. ശരിക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഡീ, ഇത് നീയല്ല ഓരോന്ന് കാട്ടിക്കൂട്ടാൻ. നീ ആ ഷാമിലുമായി എന്തൊക്കെ ചെയ്തത്? തെളിവടക്കം എൻ്റെ അടുത്തുണ്ട്. ഞാൻ എല്ലാവരുടെയും മുമ്പിലും അത് പ്രദർശിപ്പിക്കും. അത് മാത്രമല്ല, വെബ്സൈറ്റിലും ഉള്ള സോഷ്യൽ മീഡിയയിലും അതിട്ടാൽ നീ നാണം കെടും ആകപ്പാടെ, മനസ്സിലാക്കിക്കോ. എന്നാൽ അവൾ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ചെറ്റത്തരങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. നിങ്ങൾ സ്വന്തം സ്റ്റാഫിനെ പോലും സെക്സ്വൽ ഹരാസ്മെൻ്റായിട്ട് നിങ്ങൾ കരുതുന്നുണ്ട്. വേറെ രീതിയിൽ ഒരിക്കൽ പോലും
നിങ്ങൾക്കതിന് അധികാരമില്ല. നിങ്ങളെക്കുറിച്ചെങ്ങാനും കംപ്ലൈൻറ്റ് കൊടുത്താലേ നിങ്ങളെ പിന്നെ ഡോക്ടറിൽ നിന്ന് ആ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും. ബുഷി, നീ ആളങ്ങ് വലിയ ആളായി പോയല്ലോ. നീ എന്നോടങ്ങനെ സംസാരിക്കാറില്ലായിരുന്നല്ലോ. വളരെ ബഹുമാനത്തോടു കൂടിയായിരുന്നല്ലോ. അതേടി, എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം എനിക്ക് നേടിയെടുക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ എൻ്റെ അസിസ്റ്റൻ്റാക്കി കൂടെ കൂട്ടിയത് എപ്പോഴും. എന്താ പക്ഷേ ആ കള്ള ഷാമിൽ ഒന്നിനും സമ്മതിച്ചില്ല. അവനാണ് നമ്മുടെ എല്ലാ ഇടയിലും കയറി പ്രവർത്തിച്ചത്, ആ ദുഷ്ടൻ. അവനെ ഞാൻ വെറുതെ വിടുന്ന നീ ഒരിക്കലും വിചാരിക്കേണ്ട. അതായത് അവനെ ഇങ്ങോട്ട് വരട്ടെ, അവനക്കുള്ള ഞാൻ കൊടുത്തോളാം. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞത് ആ ഒരൊറ്റ മൊയന്താണ്. അവനെ ഞാൻ വെറുതെ വിടില്ല. ഉറപ്പായിട്ടും അവനക്ക് വേണ്ടത് ഞാൻ കൊടുക്കും, സ്പോട്ടിൽ കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, പറ്റുമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയൂ. കാരണം ഞാനൊരു ഡോക്ടറാണ്, എനിക്കെന്തും ചെയ്യാം ഇവിടെ. എന്നാൽ ബുഷി ഒരു നിമിഷം ഞെട്ടിപ്പോകുകയായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു ഡോക്ടറായാൽ മനുഷ്യന്മാർക്ക് സേവനം ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ വേണ്ടാത്ത രീതിയിൽ. ശരിക്കും അതാ ബുഷി അയാളോട് കയർത്ത് സംസാരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് മോനെ മോനെ എവിടെ മോനെ? ബുഷിയോട് പിന്നെ സംസാരിക്കുക. ഇങ്ങ് വന്നേ നീ ചായ കുടിക്കാനേ. നീ പറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി കോഫിയാണ് ഉണ്ടാക്കിയത്, ചായ അല്ല കേട്ടോ. വാ മോനെ വാ. മോനക്ക് ഇനി എന്തേ ഉമ്മ കടി ഉണ്ടാക്കി തരേണ്ടത്? ഉമ്മ സ്നേഹത്തോടെ പാലും തേനും ചേർത്തിട്ടാണ് സിനാനെ വിളിക്കുന്നത്. വാ സിനാനെ വാ, മോനെ ഇരിക്ക് വാ. ഓളെ നീ നോക്കണ്ട, ഓളെ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ നന്നായിക്കോളും. അല്ലാതെ ഇപ്പോൾ കാലാകാലം നമ്മളിപ്പോൾ ഓളെ ഇങ്ങനെ പേടിച്ചെന്നപ്പോൾ ഇങ്ങനെ ശരിയാവും. വാ മോനെ ഇരിക്ക്. ഉമ്മ സ്നേഹത്തോടെ അത് സിനാനെ വിളിച്ചു. സിനാൻ അതാ അവിടേക്ക് ഇരുന്നു. ഉമ്മ, ഉമ്മാൻ്റെ മോള് ബുഷി ഇങ്ങനെയല്ല, പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. എന്താന്നാ അടുത്തേക്ക് ഒരു വാക്ക് പോയി പറഞ്ഞ് അവൾ പൊട്ടിത്തെറിക്കുകയാണ്. അടിച്ചൊതുക്കണം, അതാ വേണ്ടത്. പെണ്ണിന് എന്തിൻ്റെ കേടാ? ഓൾക്കാ കഴിവ് കെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ ആയിരിക്കും ഇപ്പോഴും ഇഷ്ടം. ഉമ്മ, അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഷാമിലിനോടുള്ള ബന്ധവും. എന്നാൽ അതവൾ കേട്ടു. അവൾക്ക് ഇത്തവണ സഹിച്ചില്ല അത്. അവൾ ഒരു നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മ, ദയവായി നിങ്ങൾ ഇനി മേലാൽ കഴിവ് കെട്ടവനെന്നുള്ള വാക്ക് പറയരുത്, മനസ്സിലായല്ലോ? ഇനി അങ്ങനെ പറഞ്ഞാൽ എന്താടി പറഞ്ഞാലേ അവനെ കൊണ്ട് എന്തെങ്കിലും എനിക്ക് നേടിക്കണേ? ഉമ്മ, നിങ്ങൾ സിനാൻ്റെ കൂടെ കൂടി വേണ്ടാത്തതൊന്നും അവന് പറയണ്ട, മനസ്സിലായല്ലോ? ഉമ്മ, അവൾ എന്താ സാധനമെന്നോ? അവൾ വെറും വിളവത്തിയാണേ. അത് അൻഷിഫിൻ്റെ കൂടെ ജീവിതം, ചാറ്റിങ്ങും കോളിങ്ങും മുഴുവനും ഷാമിലിന്. എന്താന്നില്ലേ ഷാമിലമ്മ, ഞാൻ കണ്ട വെറുതെ വിടില്ല, ഞാൻ അവിടെ ഇല്ലാതാക്കും. എടാ അത് തന്നെ വേണ്ടി വരും. എന്താ ഷാമിൽ ഇങ്ങനെ എൻ്റെ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്? അവൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഉമ്മ നിങ്ങൾ വേണ്ടാത്തൊന്നും പറയണ്ട. ഷാമിലുമായിട്ട് ഞാനൊരു ബന്ധവുമില്ല. കല്യാണത്തിന് മുമ്പ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നല്ലാതെ അതിനുപരിയായിട്ട് ഷാമിൽ പിന്നീട് ഒരിക്കൽ പോലും എന്നോട് വേണ്ടാത്ത രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അവരെപ്പോഴും എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലാതെ ഉമ്മ കണ്ടില്ലേ അവളുടെ നാവിന് കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. ആ നാവ് ഇപ്പോൾ തന്നെ അരിഞ്ഞില്ലെങ്കിൽ അവൾ ഒരു പക്ഷേ വീണ്ടും അതിനപ്പുറവും തട്ടുത്തരം പറയും, പിന്നെ തലയിൽ കയറും. ഓൾറെഡി ഞാൻ നിർത്തിക്കൊടുത്തോളാം. എടി ബുഷിയെ, ഇജെന്തിനാ വല്ലാതെ അങ്ങനെ ഇളകണത്? പിന്നെ എൻ്റെ അജ്മലിനോട് ഉമ്മട്ടം വർത്താനം പറഞ്ഞിട്ടില്ല, നീ എന്ത് കണ്ടിട്ടാണ്? ഉമ്മ, അവൾക്ക് സങ്കടം കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. കാരണം ഉമ്മയെപ്പോലും ചതിക്കുകയാണ് എന്ന് അവർ അറിയുന്നില്ല. അതെ അവൾ പറഞ്ഞു. ഉമ്മാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതായത് ഷാമില് ആവുമ്പോഴല്ലേ, ഷാമിൽ എന്തെങ്കിലും പറയുമ്പോഴും ചെയ്യുമ്പോഴല്ലേ ഉമ്മാക്ക് കുഴപ്പമുള്ളത്? ഈ സിനാൻ എന്ന പേരുള്ള ഈ ഡോക്ടർ ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നതിലും നമ്മളെ വീട്ടിലേക്ക് വരുന്നതിലും ഉമ്മാക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. അതെ, ഷാമിലിനെ പോലെ അനാവശ്യത്തിന് വരില്ല. ഇവ നല്ല മാനമര്യാദയിൽ വരികയാണ്, അല്ലാതെ നീ പറയുന്ന പോലെ വേറെ ഉള്ളിനൊന്നല്ല. ഉമ്മ, നിങ്ങൾക്കത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. എന്നാൽ അത് കേട്ട് ശരിക്കും അതാ
സിനാന് അവളെ ദേഷ്യത്തോടെ നോക്കുന്നു. ഡീ, വേണ്ടാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ പല്ല് കൊഴുക്കും, കരുതിക്കോ. ഡോക്ടർ, നിങ്ങളൊരു ദുഷ്ടനാണ്. ഒരു ഡോക്ടർക്ക് ഇത്രമാത്രം അധംപതിക്കാൻ പാടുണ്ടോ? പറ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ബുഷ്ര, നാവടക്ക്. നിന്റെ കളികളെല്ലാം ഞാനിവിടെ ആളുകളുടെ മുമ്പിൽ ഫ്ലാഷാക്കും. നീ ഷാമിലിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിക്കുകയാണ് അല്ലേ? എന്താടി, അവൻ നിനക്ക് എന്തൊക്കെയാണ് തരാറുള്ളത്? എനിക്ക് നന്നായിട്ടറിയാം നീ അവനും തമ്മിലുള്ള ബന്ധം. അതെ, അൻഷിഫ് എന്ന ഭർത്താവ്, പൊട്ടനായ ഭർത്താവിൻ്റെ മറവിൽ നിങ്ങളൊരു കളി കളിക്കുകയാണ്. അത് ഞാൻ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടും, എന്നിട്ട് നാണം കെടുത്തും. ഡോക്ടർ, എനിക്ക് നാണം എന്നെ നിങ്ങൾക്ക് എടുത്തിയാലും എല്ലാം കാണുന്ന ഒരാളുണ്ട്, പഠിച്ച റബ്ബ്, എന്നെ പഠിച്ച റബ്ബ്. അതെ, എൻ്റെ റബ്ബുള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയുമില്ല. ഇവിടെ കുറച്ച് പരീക്ഷണങ്ങൾ അനുഭവിച്ചാലും എന്തൊക്കെ തന്നെയാലും ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ട് മറ്റൊരു ജീവിതം ഞാൻ സ്വീകരിക്കുകയുമില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയായി തീരണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ? പക്ഷേ നിങ്ങളുടെ പല കള്ളത്തരങ്ങളും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്ത് കള്ളത്തരം? അതെ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. എന്തിനാ നിങ്ങൾ അടുക്കളയിലേക്ക് പോയത്? ഉമ്മാൻ്റെ അടുത്തേക്ക്. ഡീ എന്ന് പറഞ്ഞ് അതാ ബുഷിയുടെ നേരെ അവൻ കൈയൊങ്ങുന്നു. എന്നാൽ സിനാൻ്റെ മനസ്സിൽ പക, അത് ശക്തമായ പക. അതെ, അവൾ എൻ്റെ എല്ലാം കണ്ടുപിടിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അത് ആരുടെ മുമ്പിലും പണയം വെക്കാറില്ല. അതെനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ വിനിയോഗിക്കൂ. അത് ചോദിക്കാൻ നീ ആരടി? ശരിക്കും അതാ അവളോട് നല്ല രീതിയിൽ അവൻ ശത്രുത പുലർത്തുന്നു. എന്നാൽ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കും. അത് എൻ്റെ സ്വന്തമാക്കി മാറ്റും. എന്നിട്ട് നിന്നെ വെച്ച് എനിക്ക് കുറച്ച് ചെയ്യാനുണ്ട്. എന്നാൽ ബുഷിക്ക് ദേഷ്യമാണ് വന്നത്. ഉമ്മ അവനെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു. പക്ഷേ അവൾക്ക് തോന്നി, ഇല്ല, ഇത് ഭയങ്കര ചതിയാണ്. ഏത് നിമിഷവും ഉമ്മയും ഈ ചതിയിൽ പെട്ടുപോകും. എന്തായാലും ഉമ്മയെ ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ ഏതാ ചായ കുടിയും സൽക്കാരമെല്ലാം കഴിഞ്ഞ്, ഉമ്മ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. സ്നേഹത്തോടെ അതാ ഉമ്മയോട് അവൻ പറയുമ്പോൾ ബുഷിയുടെ മനസ്സിൽ ആകപ്പാടെ ഭയമായിരുന്നു. ഇല്ല, ഉമ്മ അവൻ്റെ ചതിയിൽ പെട്ടോ? എനിക്കറിയുന്നില്ല. അങ്ങനെ അതാ ഉമ്മയും അതാ വീടിന് സിറ്റൗട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ മോനെ, ആയിക്കോട്ടെ, പിന്നെ ഇടക്ക് വാട്ടോ. എന്തായാലും വരും. അങ്ങനെ അതാ സിനാൻ അവിടെ നിന്ന് പോയി. എന്നാൽ ബുഷി മൗനം പാലിച്ച്. എന്തായിട്ട് എൻ്റെ മുഖത്ത് കടന്നലുത്തിക്കണോ? ഉമ്മ, അയാൾ അങ്ങോട്ട് അടുപ്പിക്കരുത്. അതെന്താടി? അടുപ്പിക്കാൻ പാടില്ല, അയാൾ അത്ര പോരാ. ഉമ്മ അടുക്കളയിൽ നിൽക്കുമ്പോഴേ ഉമ്മാൻ്റെ പിന്നിലായിട്ട് അയാൾ വന്നിരുന്നു. എൻ്റെ പൊന്നാര പെണ്ണെ, എനിക്ക് വേറൊന്നും പറയാനില്ലേ? അതെ, പാത്രം എന്തോ തട്ടി വീണ് ഒച്ച കേട്ടിട്ട് ചായ തിളച്ച വെള്ളം മേത്തേക്ക് മറിഞ്ഞു ധരിച്ച് ഓടി വന്നതാണ് അവന്. അല്ലാതെ ഉമ്മ, അതൊന്നുമല്ല, അത് ഞാനാണ് പാത്രം തള്ളിയിട്ടത്. ബുഷ്ര, അകത്ത് കയറിപ്പോ, അനാവശ്യം പറയാതെ. എന്താന്നില്ലേ, നമുക്ക് എത്രയോ സഹായം അവൻ ചെയ്തിക്കണം, ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആയിട്ട്. നിൻ്റെ ബാപ്പ മരിച്ചു പോയതിൻ്റെ ശേഷം എനിക്ക് എങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ബുഷി പറഞ്ഞു, ഉമ്മ, ഇതൊക്കെ വെറും കാപഢ്യമാണ്, മനസ്സിലൊന്നുമല്ല, ലക്ഷ്യം വേറെയാണ് ഉമ്മ, അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. ബുഷി ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുഷ്ര, ഞാൻ വേണ്ടാത്ത ഈ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, മനസ്സിലായല്ലോ? പിന്നെ എന്നോട് സീനു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കണേ. പിന്നെ അതിലെങ്ങാനും നീ പെട്ടുപോയിട്ടുണ്ട് പിന്നെ തിരിഞ്ഞു നോക്കൂലട്ട്. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. ആ ഷാമിൽ ഇത്രയും വലിയ ചതിയനാന്ന് ഞാൻ അറിഞ്ഞില്ല. അവന് നിന്നെ പറ്റി പറഞ്ഞ് കൂടി നിന്നെ അങ്ങനെ കേട്ട്. ഉമ്മ, നിങ്ങൾ ഷാമിലിനൊന്നും പറയണ്ട, ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊന്ന് അവന് എന്തെങ്കിലും കാര്യം എന്നോട് സംസാരിച്ചു, ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങൾ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇതായാല് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കൽ പോലും സിനാൻ ഡോക്ടർ ചെയ്യുന്നത് നല്ലതല്ല. അയാൾ തികച്ചും മോശമാണ് ഉമ്മ. ഞാനൊക്കെ സ്റ്റാഫായി പോയ ആ സമയത്തും അയാളുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു യാതൊരു കോഴിത്തരമാണ് അയാൾക്ക്. ബുഷിയെ, അനക്ക് ഒരാളെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലല്ലോ. എൻ്റെ ഭർത്താവ് ചെയ്ത ചെറ്റത്തരും കാര്യങ്ങളൊന്നും ഒരിക്കലും സിനാന് ചെയ്യൂല. കാരണം എൻ്റെ ഭർത്താവ് എന്ത് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത്? അതെ,
അത്രക്കും കഴിവുകെട്ട ആളായിട്ട് പോലും നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ചതിച്ചോ? അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനേ നിൻ്റെ ഭർത്താവിനെതിരെയും അയാളുടെ ഉമ്മക്കെതിരെയും കേസ് കൊടുക്കും. ഇനിയിപ്പോൾ അയാൾ ഫാമിലി ആരെ കൂട്ടണമെങ്കിൽ വേണ്ടില്ല, ഞാൻ കേസ് കൊടുക്കും. അവന് ഒന്ന് എണീക്കട്ടെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ കേസ് കൊടുത്തിരിക്കും. കാരണം അത്രക്കും ഒരു ആണെ ഉണ്ടാകുന്ന ഒരു സംഭവം ഇല്ലാത്തൊരു പുരുഷൻ വന്ന് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുപോയി, എല്ലാം മറച്ചു വെച്ചു. അത് ഞാൻ പറഞ്ഞ് കേസ് കൊടുക്കും. അതിന് നല്ല ഉത്തരം കിട്ടുകയും ചെയ്യും. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉമ്മക്കറിയാം. എനിക്കറിയാം, ഒന്നും നടന്നിട്ടില്ല. ഓൻ അതിനുള്ള കഴിവുമില്ല. ആരും ഉമ്മാനോട് പറഞ്ഞത്? അതെ, സിനു എന്നോട് പറഞ്ഞു. സിനു, ഉമ്മ വിളിച്ചിപ്പോൾ സിനാൻ എന്നൊക്കെ ഒഴിവാക്കി സിനു എന്നാക്കിക്കണ് സ്നേഹത്തോടെ. അതെ, അവർ തമ്മിൽ ഭയങ്കര ഇത്. ശരിക്കും ബുഷി കരഞ്ഞു. ഉമ്മയോട് ഞാൻ പറയാണ്, വേണ്ടാത്തത് നിൽക്കരുത് ഉമ്മ, അയാൾ ഇങ്ങോട്ട് കയറ്റരുത് ദയവായി. ബുഷിയെ ഈ അകത്തേക്ക് പോയിക്കാ. എനിക്കൊരു ജീവിതത്തേക്ക് ഒരു മിണ്ടാനും പറയാനും ഒരാളായപ്പോൾ ഓൽക്കൊന്നത് പറ്റണില്ല. ഉമ്മ, നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, അകത്തേക്ക് കയറിപ്പോടി. നേരെ അത് ഉമ്മ അവളെ ആട്ടിവിടുന്നു. എന്നാൽ ഈ സമയം അജ്മൽ സാറിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ടെൻഷനായിരുന്നു ആകപ്പാടെ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥ. ഞാൻ എന്തപ്പോൾ ചെയ്തത്? ഞാനാണെങ്കിൽ ഷാമിലിന് അന്ന് കുറേ വിളിച്ച് ചീത്ത പറഞ്ഞു, ഉപ്പാനെ ചീത്ത പറഞ്ഞു. ഇപ്പോൾ ബുഷി പറയുന്നത് ഇങ്ങനെ. ആര് പറയുന്ന റബ്ബേ ഞാൻ വിശ്വസിക്കുക? എല്ലാം കണക്ക് തന്നെയാണ്. എന്താ ഞാൻ പറയാം, ബുഷിയുടെ ഭാഗത്ത് ഞാൻ ചിന്തിക്കണോ അതോ? എനിക്കറിയുന്നില്ല റബ്ബേ. എന്തായാലും സത്യം നീ തെളിയിച്ചു കൊണ്ടാ. ഇനിയിപ്പോൾ ഷാമിലിനെ വിളിക്കണമെന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് യഥാർത്ഥമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ആൻഷിഫിന് ആകപ്പാടൊരു ടെൻഷനാണ് മൊത്തത്തിൽ. കാരണം തന്നെ സിനാൻ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. തന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ അന്ന് സിനാൻ എത്തിയിട്ടില്ല. തൽക്കാലം ഒരു സിസ്റ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ അൻഷിഫ് സർജിക്കൽ റൂമിൽ സർജൻ ആയ സമയത്ത് അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ അതാ അൻഷിഫിനെ കാണുവാൻ വേണ്ടി വരികയാണ്. എന്നാൽ ആ സമയത്ത് അതാ അവിടെ സിനാൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ സിനാൻ ഡോക്ടറിൻ്റെ ഉത്തരവുണ്ട് അത്രേ, ഒരു ഡോക്ടേഴ്സിനെയും നഴ്സിനെയും എൻ്റെ അനുവാദമില്ലാതെ ഒരിക്കൽ പോലും അൻഷിഫിൻ്റെ റൂമിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന്. എന്നാൽ ആ ദിവസം അതാ അൻഷിഫിൻ്റെ അസിസ്റ്റൻ്റ് എങ്ങനെയെങ്കിലും അൻഷിഫിനെ ഒന്ന് കാണണം, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുകയും വേണം എന്നുള്ള രീതിയിൽ ഡോക്ടർ ഷിഫ അൻഷിഫിൻ്റെ ജൂനിയറാണ്. അവർ അൻഷിഫിനെ കാണുവാൻ വേണ്ടി വരികയാണ്. പക്ഷേ ഇതുവരെയായിട്ടും അൻഷിഫ് ഡോക്ടറെ കാണുവാൻ അനുമതിയില്ല. എന്നാൽ ഇനിയും ഇത് ഡൗട്ട് ക്ലിയർ ചെയ്യാഞ്ഞാൽ എനിക്ക് ആകപ്പാട് ടെൻഷനായി പോകും. അവൾ രണ്ടും കൽപ്പിച്ച് വരികയാണ് ഡോക്ടർ അൻഷിഫിൻ്റെ ICUവിൻ്റെ അടുത്തേക്ക്. ആശുപത്രിയുടെ ഇടനാഴികളിൽ പതിവ് പോലെ തിരക്കുണ്ടായിരുന്നു. സ്ട്രെച്ചറുകൾ ഓടുന്നു. നഴ്സുമാർ ഓരോ വാർഡിലേക്കും മരുന്നുകളുമായി തിരക്കിട്ട് നടക്കുന്നു. മോണിറ്ററുകളുടെ ശബ്ദം, ബന്ധുക്കളുടെ പ്രാർത്ഥന, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ എല്ലാം പതിവ് പോലെ തന്നെയായിരുന്നു. പക്ഷേ ആ ആശുപത്രിയിൽ ഒരു കാര്യം മാത്രം പഴയ പോലെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അൻഷിഫ് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ ഹോസ്പിറ്റലിൻ്റെ സർജിക്കൽ വിഭാഗത്തിൻ്റെ എല്ലാവരുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. പ്രശസ്ത സർജൻ എത്ര സങ്കീർണമായ ശസ്ത്രക്രിയയായാലും ശാന്തതയോടും കൃത്യതയോടും കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ, രോഗികളെ ചികിത്സിക്കുന്നത് മാത്രമല്ല ഓരോ ജൂനിയർ ഡോക്ടറെയും ക്ഷമയോടെ പഠിപ്പിക്കുന്ന ഗുരുവുമായിരുന്നു അദ്ദേഹം. എന്തു ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ, പ്രയാസം വന്നു. ഇന്ന് അദ്ദേഹം ICUവിൽ കിടപ്പിലുമാണ്. അപകടത്തിന് ശേഷം അദ്ദേഹം ICUവിൽ പ്രവേശിക്കപ്പെട്ടതോടെ ആശുപത്രിയിലെ അന്തരീക്ഷം തന്നെ മാറി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയർ ഡോക്ടറായിരുന്നു ഡോക്ടർ ഷിഫ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സംശയം വന്നാൽ ആദ്യം ഓടിച്ചെല്ലുന്നത് അൻഷിഫ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ഒരിക്കലും അദ്ദേഹം പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ടില്ല. ഷിഫ, ഒരു സർജൻ ആദ്യം പഠിക്കേണ്ടത് രോഗിയുടെ ജീവൻ്റെ വിലയാണ്, അതിനുശേഷമാണ് ബാക്കി എല്ലാ പുസ്തകങ്ങളും. ആ വാക്കുകൾ ഇന്നും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ICUവിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു. ആരെയും അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഡോക്ടർ സിനാൻ. അദ്ദേഹം വളരെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു.
ഡോക്ടർ അൻഷിഫിനെ കാണുവാൻ ആരും വരരുത്. തൻ്റെ അനുമതിയില്ലാതെ ഒരാളും ICUവിലേക്ക് കടക്കരുത്. അതെ, ഡോക്ടർ അൻഷിഫിന് പ്രത്യേകമായി ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് കൊണ്ടാണ് അത് എന്നായിരുന്നു എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ആ നിർദ്ദേശം നടപ്പിലാക്കാൻ അതാ സിസ്റ്റർ റെയ്നയെ അവിടെ നിർത്തിയിരുന്നു. ആ ദിവസം ഷിഫ അതാ ആ ഒരു ഫയൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ICUവിൻ്റെ മുമ്പിലെത്തി. സിസ്റ്റർ, എനിക്ക് സാറേ ഒരു 5 മിനിറ്റ് കാണണം. പറ്റില്ല ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനാണ്. ഇവിടെ സംശയം ചോദിക്കാനുള്ള സ്ഥലമല്ല. അതായത് പേഷ്യൻ്റ് ഗുരുതരാവസ്ഥയിലാണ്, നിങ്ങൾക്കറിയുന്നതല്ലേ. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറല്ലേ, പിന്നെന്താ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത്യാവശ്യമാണ്. ഡോക്ടർ സിനാൻ പറഞ്ഞിട്ടുണ്ട് ആരെയും കടത്തി വിടരുതെന്ന്. പിന്നെന്താ? ഷിഫയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്. പഠനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. റെയ്നയുടെ മനസ്സിലും ഒരു നിമിഷം കരുണ തോന്നി. അവൾ ചുറ്റും നോക്കി. സിനാൻ അവിടെയില്ല. CCTVയുടെ കോണം ശ്രദ്ധിച്ച ശേഷം അവൾ പതുക്കെ പറഞ്ഞു, 5 മിനിറ്റ് മാത്രം, അതിലധികം പാടില്ല, ആരും അറിയരുത്. പിന്നെ ഇതെങ്ങാനും പറഞ്ഞാൽ എൻ്റെ ജോലി ഇവിടുന്ന് പോകും. ഷിഫ നന്ദി പറഞ്ഞ് ICUവിലേക്ക് കയറി. അവിടെ കിടന്നിരുന്ന അൻഷിഫിനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം പിടഞ്ഞു. തലയിലും കയ്യിലും ബാൻഡേജുകൾ, മോണിറ്ററിൻ്റെ താളം, സലൈൻ, ഓക്സിജൻ. ഇന്നലെ വരെ നൂറുകണക്കിന് ജീവൻ രക്ഷിച്ച കൈകൾ ഇന്ന് അനങ്ങാതെ കിടക്കുകയായിരുന്നു. സാർ, അവൾ പതുക്കെ വിളിച്ചു. അൻഷിഫ് കണ്ണു തുറന്നു. ആ ഷിഫ. സാർ, ഞാൻ വന്നത് സാറിനെ... ശരിക്കും സാറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഷിഫയുടെ കണ്ണുകൾ നിറഞ്ഞു. സാർ, കരയണ്ട, എൻ്റെ വിധി. ഷിഫ ഒരു നിമിഷം. സാറേ. എന്താ? പറഞ്ഞോളൂ, എന്ത് ചോദിച്ചാലും പറയാം. അവൾ തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചു. അൻഷിഫ് ക്ഷീണിച്ച ശബ്ദത്തിൽ മറുപടി നൽകി. ഒരു കേസ് കാണുമ്പോൾ ആദ്യ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കണം. തിടുക്കം ഒരു ഡോക്ടറുടെ ശത്രുവാണ്. ഷിഫ ഓരോ വാക്കും മനസ്സിൽ കുറിച്ചു. സംസാരം അവസാനിക്കുമ്പോൾ അൻഷിഫ് പെട്ടെന്ന് ചോദിച്ചു, ഷിഫ, എൻ്റെ ഫോൺ എവിടെയുണ്ടോ? ഒന്ന് നോക്കിക്കേ. അവൾ ആ റൂമിനെ ചുറ്റുമായി നോക്കി. ഇല്ലല്ലോ സാർ. സാറിൻ്റെ ഫോണ്? അത് എനിക്ക്... പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. സർ, ഇവിടെ ഇതൊരു ഫോണ്, ഇത് ചാർജില്ലല്ലോ. ഷിഫ, എൻ്റെ ഫോണാണോ അത്? ഒന്ന് പൊക്കിക്കേ. കാണിച്ചു കൊടുത്തു. അതെ, അത് സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. അവിടെ മേശപ്പുറത്ത് കിടന്നിരുന്ന 2 ഫോണുകൾ നോക്കി. സാർ, 2 ഫോണുണ്ട്. ആ ബ്ലാക്കാണ് എൻ്റെത്, അതെനിക്ക് തരൂ. ഷിഫ ഫോൺ കൈമാറി. ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ അൻഷിഫിൻ്റെ മുഖത്ത് ചെറിയൊരു ശ്വാസം തെളിഞ്ഞു. പക്ഷേ ചാർജ് ഇല്ലയോ, അതോ സ്വിച്ച് ഓഫ് ചെയ്തോ? ഒരു നിമിഷം അവൻ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അതെ, ഞാൻ മയക്കത്തിലാണെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻ്റ് വെച്ച് തുറക്കാലോ. ഷിഫ, ഒരുപാട് നന്ദി. അതെ, ഓണാവുന്നുണ്ട്. ഒരു നിമിഷം മിണ്ടാതിരുന്ന അദ്ദേഹം പറഞ്ഞു, ഷിഫ, വീണ്ടും വരണട്ടോ. വരും സാർ. ഷിഫ, ആരെയും വിശ്വസിക്കരുത്, എത്ര വലിയ ഡോക്ടറാണെങ്കിൽ പോലും. ആ വാക്ക് കേട്ടപ്പോൾ ഷിഫ ഞെട്ടി. സാർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അൻഷിഫ് മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും ക്ഷീണം കാരണം 2 കണ്ണുകളും പതുക്കെ അടഞ്ഞു. അതെ, വീണ്ടും എന്തോ മെഡിസിൻസ് കയറ്റിയിട്ടുണ്ട് സിനാനെ. ഷിഫ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു നിമിഷം അയാൾ വീണ്ടും വിളിച്ചു, ഷിഫ, ആ മെഡിസിൻസ്. അതെ, എന്തോ ഒരു... സാർ, ഈ മെഡിസിൻസ്? അവളോടൊന്ന് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാർ, ഇതെന്തിനാ സാറിനെന്തിനാ മയക്കുന്ന മെഡിസിൻസ്? ഷിഫ, ഇതാണ് എനിക്കിപ്പോൾ നൽകുന്നത്. എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ ഒന്ന് മാറ്റിയിരുന്നു. അദ്ദേഹം അതാ വീണ്ടും അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഷിഫ, ആരെയും വിശ്വസിക്കരുത് കേട്ടോ. സാർ, വീണ്ടും അയാൾ ഉറങ്ങിയപ്പോൾ അപ്പോഴേക്കും അതാ നൈറ പറഞ്ഞു, അതെ, സമയം 5 ആയി. 5 അല്ല, 8-10 മിനിറ്റായി. എന്താ ഇങ്ങനെ? പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? സിനാൻ സാർ എങ്ങാനും വന്നാൽ എൻ്റെ ജോലി പോകും. സോറി നൈറ. എന്നാൽ അന്ന് മുതൽ അതാ അവൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഷിഫ, സിനാൻ ഡോക്ടർ എപ്പോഴും അൻഷിഫിൻ്റെ റൂമിൻ്റെ സമീപം. രോഗിയുടെ വിവരങ്ങൾ മറ്റാർക്കും നൽകുന്നില്ല. അൻഷിഫിൻ്റെ അപകടത്തെക്കുറിച്ച് ചോദിച്ചാൽ വിഷയം മാറ്റുന്നു. ഒരു ദിവസം മെഡിക്കൽ റെക്കോർഡ് വിഭാഗത്തിൽ നിന്ന് ഫയൽ വാങ്ങാൻ പോയപ്പോൾ ഷിഫ ശ്രദ്ധിച്ചു, അൻഷിഫിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കാണുന്നില്ല. അവളുടെ സംശയം ശക്തമായി. അന്ന് രാത്രി ആശുപത്രിയിലെ ചെറിയ പള്ളിയിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ,
സത്യം എന്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കി തരണം. പാവം അൻഷിഫ് ഡോക്ടർ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ കൂടിയായിരുന്നു. സിനാൻ്റെ പോലുള്ള ദുഷ്ട സ്വഭാവമൊന്നുമില്ല. സിനാനാണെങ്കിൽ ഒളിഞ്ഞും പാത്തും നോക്കിയൊക്കെ നടക്കും. പക്ഷേ അൻഷിഫ് സാറ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു വേണ്ടാത്തരവുമില്ല. നല്ല സാറായിരുന്നു അദ്ദേഹം. എന്താണെങ്കിലും സത്യം അത് മനസ്സിലാക്കണം. അദ്ദേഹത്തെ സഹായിക്കണം. എൻ്റെ സാറിനെ കാത്തു സൂക്ഷിക്കണം. എന്നാൽ അവൾ വിചാരിക്കുന്നു, ചിലതെല്ലാം പരിശോധിക്കണം. അപകടം നടന്ന രാത്രിയിലെ ഡ്യൂട്ടി ലിസ്റ്റ്, ആംബുലൻസ് രേഖകളെ, ICUവിൽ പ്രവേശിച്ചവരുടെ സമയം, CCTV രേഖകൾ ഓരോന്നായി പരിശോധിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി അവൾ തീരുമാനിച്ചു. ആശുപത്രിയിലേക്ക് സാർ തിരികെ വരണം. അല്ല എങ്കിൽ ഈ ആശുപത്രി പൂർണ്ണമല്ല. ഓരോ ദിവസവും രോഗികളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അൻഷിഫ് പഠിപ്പിച്ച രീതിയിൽ പെരുമാറാനും അവൾ ശ്രദ്ധിക്കാറുണ്ട്. സഹപ്രവർത്തകർ പോലും പറഞ്ഞു, ഷിഫ, നിന്നെ കാണുമ്പോൾ അൻഷിഫ് സാറിന് ഓർമ്മ വരുന്നു. അദ്ദേഹം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയധികം തിരക്കില്ലായിരുന്നു. ഒരു നിമിഷം ആ ഒരു വാക്കുകൾ കേട്ട അവൾ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ ഗുരുവിനെ ഞാൻ രക്ഷിക്കും. അദ്ദേഹത്തിന് സംഭവിച്ചതിൻ്റെ സത്യം കണ്ടെത്തും. അദ്ദേഹം വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കുന്നതുവരെ ഞാൻ പിന്മാറില്ല. ICUവിൻ്റെ ജനൽ വഴി അസ്തമയ സൂര്യൻ്റെ വെളിച്ചം അൻഷിഫിൻ്റെ കിടക്കയിൽ വീണു. എന്നാൽ പുറത്തു നിന്നുകൊണ്ട് അതാ നമ്മുടെ ഷിഫ മനസ്സിൽ വിചാരിക്കുകയാണ്, സാർ, നിങ്ങൾ എന്നെ പഠിപ്പിച്ച ചികിത്സ മാത്രമല്ല, ഒരാളെ കൈവിടരുത് എന്നുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൈവിടില്ല. തൻ്റെ ഗുരുനാഥനെ രക്ഷിക്കണമെന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക് ഉള്ളത്. എന്നാൽ ഈ സമയം പെട്ടെന്ന് സിനാൻ വന്ന് കയറി. നേറ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇല്ല സർ. ഓ, ഓക്കെ. നേരെ അതാ അൻഷിഫിൻ്റെ റൂമിലേക്ക് കിടക്കുന്നു. അൻഷീഫ് എന്തുറക്കാത്? അൻഷിഫ് ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. അതെ, കുറച്ച് മയക്കമുണ്ടായിരുന്നു. എന്നാൽ അതിലേറെ ഊർജവും വന്നിരുന്നു. ഒരു നിമിഷം അൻഷിഫ് സാറ് ഫോണൊന്ന് എടുത്ത് നോക്കണം. പക്ഷേ ചാർജ് തീരെ കുറവായിരുന്നു. ഒന്ന് കുത്തിവെക്കണം എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ പതുക്കെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ആ ടേബിളിനടുത്തേക്ക് അപ്പോഴേക്കും അത് നീക്കി വെച്ചിരുന്നു, അറിയാത്ത പോലെ. കാരണം സിനാന് വരാൻ സമയമായി എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ഇഞ്ചക്ഷൻ അതാ നൽകുന്നു. അതെ, ഒരു ഉണർച്ചയ്ക്ക് വേണ്ടി. അൻഷീഫ്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ കിടപ്പിലാണല്ലോ. നിൻ്റെ പെണ്ണിനെ ഞാനങ്ങ് എടുക്കുകയാണ്. അതാ എനിക്ക് അർഹതപ്പെട്ട പെണ്ണാണ്. അല്ലാതെ ഒരിക്കൽ പോലും സാറേ നിങ്ങൾക്കുള്ളതല്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ഈ കിടന്ന് നിരകിച്ച് ഒരു കഴിവുമില്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശരിക്കും ഒരു പാതിമയക്കത്തിൽ കേൾക്കുന്ന പോലെയാണ് ശരിക്കും അത് ഡോക്ടർ കേൾക്കുന്നത്, ഡോക്ടർ അൻഷിഫ്. എന്നാൽ ശരിക്കും വളരെയധികം മോശമായ രീതിയിലാണ് ഇപ്പോൾ സിനാൻ സംസാരിക്കുന്നത്. അൻഷിഫ്, നിനക്ക് പരലോകത്തിലേക്ക് പോകാനുള്ള സമയമായി. ഇനി പോയാലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം. പക്ഷേ ബുഷി എന്ന പെണ്ണിനെ എനിക്ക് തരണം. അതുകൊണ്ട് ഡൈവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടിട്ട് തരണം. ഓക്കെ? അതിനു വേണ്ടിയിട്ട് നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ശരിക്കും അതാ അൻഷിഫിന് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല തൻ്റെ അവസ്ഥ. കാരണം ഇപ്പോൾ ഒരു കോമ സ്റ്റേജിൽ അല്ല, എന്നാലും ഓർമ്മയുണ്ട് എന്ന ഓർമ്മയില്ല. ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ശരിക്കും അയാൾ എന്തൊക്കെ ഡോസാണ് കൊടുക്കുന്നത് എന്നറിയുന്നില്ല. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, റബ്ബേ, അതെ, എൻ്റെ ബുഷിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എൻ്റെ കൂടെ ജീവിക്കാൻ ഒരു പക്ഷേ ബുഷിക്കിനി കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ സിനാന് തട്ടിയെടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഷാമിലിനോടെങ്കിലും ഒരു വാക്ക് പറയണം. ഡോക്ടർ അൻഷിഫിൻ്റെ മനസ്സിൽ അതായിരുന്നു. എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.